ദേശീയപാത 66 കൊടുങ്ങല്ലൂരിലെ CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിപ്പാതയിൽ നടക്കില്ല. ഇനി അത് പറഞ്ഞു കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉത്സവത്തിന് ആവശ്യമായ ഒരു അടിപ്പാത എന്ന് പറയുന്ന അനിവാര്യതയാണ്. ഇത് DPR കൊടുത്ത് കേരള സർക്കാർ അത് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇത് കൊടുത്ത സമയത്ത് നിങ്ങളുടെ ആൾക്കാരൊക്കെ എവിടെ പോയി? എന്തുകൊണ്ട് അന്ന് ആവശ്യപ്പെട്ടില്ല? ഇപ്പൊ പണി തീർത്ത് ഏതാണ്ട് ഇത് തുടങ്ങാറാവുമ്പോൾ ഇനിയും കുത്തി തോണ്ടി ഇട്ടിട്ട് പിന്നെ ജനങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഓരോ സ്റ്റേയും വാങ്ങിച്ച് ഇത് നടക്കില്ല. ഇനി DPR കൺഫേം ചെയ്ത് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല. സംവിധാനം പരിശോധിക്കണം. ഓരോ സംസ്ഥാനത്തിലൂടെയും പോകുന്ന ഈ ധമനിക്ക് ക്ലിയറൻസ് ഉണ്ടോ? സ്ഥലമെടുത്ത് തരണമെന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്ത് തന്നിട്ടില്ല. അതൊക്കെ നിതിൻ ഗഡ്കരി തന്നെയാണ് ചെയ്യുന്നത്. അതിനുള്ള ഫണ്ടും കണ്ടെത്തുന്നത്. എന്തിന്? റോഡ് നിർമ്മാണത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ GST ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞിട്ട് 2 വർഷം കുറഞ്ഞ് വാദാടിയിട്ട് കഴിഞ്ഞ വർഷമാണ് അതുപോലും അനുവദിച്ചു കൊടുത്തത്. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോ ഈ DPR കൊടുത്തപ്പോ നിങ്ങളുടെ പഞ്ചായത്ത് പറയണമായിരുന്നു ഇവിടെ അടിപ്പാത വേണം. അപ്പോൾ മറ്റു ചില അടിപ്പാതകളൊക്കെ മാറും. കാരണം ഇന്റർനാഷണൽ റോഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ നിയമാവലിയും കൂടി മര്യാദ കൊടുത്തുകൊണ്ടാണ് ഈ റോഡുകൾ മുഴുവൻ നിർമ്മിക്കുന്നത്. എത്ര തവണ വണ്ടികൾ വരുന്നത്, കയറി ഇറങ്ങാം എന്നൊക്കെ അതിന് എത്ര സ്പാൻ വിടണം, ഇതൊക്കെ ഈ നിയമാവലിയിലുള്ളതാണ്. അതെല്ലാം അനുസരിച്ചേ പറ്റും. പെട്ടെന്ന് എനിക്ക് ഒരു അത്യാവശ്യത്തിന് പോകേണ്ട വഴിയാണിത്, അതുകൊണ്ട് ഇവിടെ അത് അങ്ങനെ നമുക്ക് അടിപ്പാത നിർമ്മാണം അല്ലെങ്കിൽ ഫ്ലൈ ഓവർ അങ്ങനെയൊന്നും പറ്റത്തില്ല. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഗതാഗത മാർഗം തടയുന്നത് ഒഴിവാക്കാൻ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അടിപ്പാത നിർമ്മിക്കൽ അപ്രായോഗികമാണ്. നിർമ്മാണം തുടങ്ങും മുൻപേ സർക്കാരും ജനപ്രതിനിധികളും എവിടെയായിരുന്നു? ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകിയിട്ടില്ല. കേന്ദ്രമാണ് പണം നൽകി സ്ഥലമെടുത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. VP തുരുത്തിൽ ദേശീയപാതയിലേക്ക് കടക്കാൻ മാർഗമില്ലെന്ന പരാതിയിൽ ദേശീയപാത ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് മന്ത്രി വിശദീകരണം തേടി. എൽത്തുരുത്ത് സബ് ഹെൽത്ത് സെന്ററിൽ സ്ഥിരമായി ഡോക്ടറെ നിയോഗിക്കണമെന്ന ആവശ്യത്തിനുള്ള മറുപടിയിൽ താൻ ആരോഗ്യമന്ത്രിയെ വിളിക്കാമെന്നും ഫലമില്ലെങ്കിൽ സർക്കാർ അനുവദിച്ചാൽ സ്വന്തം ചിലവിൽ 3 മാസത്തേക്ക് ഡോക്ടറെ ഏർപ്പാടാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ പ്രാദേശിക വിഷയങ്ങളും സൗഹൃദ സംഗമത്തിൽ ചർച്ച ചെയ്തു. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.